ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ബാത്റൂമിൻ്റെ വേസ്റ്റ് ലൈൻ ഡ്രെയിനേജ് ലൈൻ പോകുന്ന ഭാഗം ഫുൾ അടവാണ്. അതെന്താണെന്ന് നോക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഞങ്ങളിവിടുത്തെ ഡോർ എൽബോ അല്ല ഡോർ ടീ ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഡോർ ടീയുടെ അടപ്പ് തുറന്ന് ഞങ്ങളൊരു ചെറിയൊരു കമ്പിത്തുണ്ടിട്ട് ഇളക്കി നോക്കിയപ്പോഴാണ് മനസ്സിലായത് മൊത്തം മുടിയും അതേപോലെ തുണിയുടെ നൂലുകളും മൊത്തത്തിൽ കയറി അടഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് ഫുൾ ബ്ലോക്കായിട്ട് വെള്ളം പോകാതെ ബാത്റൂം നിറച്ചും കെട്ടി നിൽക്കുകയായിരുന്നു. അപ്പോൾ അങ്ങനത്തെ പ്രോബ്ലം വന്ന് അങ്ങനെ വിളിച്ച് പറഞ്ഞാണ് ഞങ്ങൾ വന്ന് നോക്കിയത്. പക്ഷേ ഫ്ലോർ ടാപ്പിൻ്റെ അകത്ത് ടോപ്പിലെങ്ങും യാതൊരു കുഴപ്പമില്ല. അപ്പോഴത്തേന് ഞങ്ങൾക്ക് കാര്യം മനസ്സിലായി, ഇതേപോലെ എന്തെങ്കിലും കയറി അടഞ്ഞിരിക്കുകയായിരിക്കും, ഫിറ്റിങ്സിൻ്റെ ഭാഗത്ത് എവിടെയെങ്കിലും കയറി അടവായിരിക്കും എന്ന്. കാരണം ഈ വേനൽക്കാലത്ത് കുഴി നിറയാനുള്ള ചാൻസും കുറവാണ്. അതുകൊണ്ട് കുഴി നിറയാനും ചാൻസ് ഇല്ല. അപ്പോൾ പിന്നെ വരുന്നത് ഇതേപോലെ പ്രോബ്ലങ്ങളായിരിക്കും. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ബാത്റൂമുകൾ യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇടാതിരിക്കുക. അതിങ്ങനെ പെരുകി ഇതേപോലെ ബ്ലോക്ക് ആവാൻ ചാൻസസ് കൂടുതലാണ്. ഇപ്പം നമ്മളിവിടെ എടുത്തേക്കുന്ന ചെറിയൊരു കമ്പിത്തുണ്ട് കൊണ്ടാണ് ഈ പ്രോബ്ലം സോൾവ് ചെയ്യുന്നത്. അതിന് വേറൊന്നും വേണ്ട, നീളത്തിലുള്ളൊരു കമ്പിത്തുണ്ട് എടുക്കുക, അതിൻ്റെ ഫ്രണ്ട് തുമ്പ് സൈഡൊന്ന് മടക്കുക, എന്നിട്ട് ഇതേപോലുള്ള ഡോറുകൾ വെച്ചേക്കുന്ന ഭാഗം തുറന്ന് ഇതേപോലെ പെതുക്കെ കറക്കി വേണം എടുക്കാൻ. ഇല്ലെങ്കിൽ അതെല്ലാം കൂടെ പറഞ്ഞു പോയി കഴിഞ്ഞാൽ ബാക്കിയുള്ള ഭാഗം നേരെ അടുത്ത ഭാഗത്ത് പോയി തട്ടിയിരിക്കും. മണ്ണിൻ്റെ അടിയിൽ കിടക്കുന്ന ഭാഗത്താണ് ഇത് വന്ന് നിൽക്കുന്നതെങ്കിൽ നമുക്ക് പിന്നീട് ആ പൈപ്പ് മൊത്തവും മാന്തി എടുക്കേണ്ടി വരും. അത് അങ്ങനെ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കമ്പിത്തുണ്ട് ചെറുതായിട്ട് ഇങ്ങനെ കറക്കി ഇതിനെ മൊത്തത്തിൽ ഒരു ബോൾ രൂപത്തിലാക്കി നമ്മൾ എടുക്കുന്നത്. ഇതിൻ്റെ അകത്ത് ഫുള്ളും മുടിയും അതേപോലെ തുണിയുടെ നൂലുകളും എല്ലാം കൂടെ കയറി ബ്ലോക്കായതാണ്. ഫ്ലോർ ടാപ്പിൻ്റെ അകത്തായിരുന്നു എന്നുണ്ടെങ്കിൽ നമുക്ക് ഗ്ലൗസ് ഇട്ട് നമുക്ക് എടുത്ത് കളയായിരുന്നു. പക്ഷേ ഫ്ലോർ ടാപ്പിൻ്റെ അകത്ത് നിന്ന് കുറേ ദൂരം സഞ്ചരിച്ചിട്ടുണ്ട്. അങ്ങനെ നേരെ വന്ന് നിൽക്കുന്നത് ഇതേപോലെ ഒരു ഡോർ ടീയുടെ അവിടെയാണ്. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, വേസ്റ്റ് ലൈനുകൾ ഫുള്ളും നമ്മൾ ചെയ്താലും ഏതെങ്കിലും ഭാഗത്തും നമ്മൾ ഡോർ എൽബോകളോ അല്ലെങ്കിൽ ഡോർ ടീകളോ അല്ലെങ്കിൽ ഡോർ വൈകളോ ഡോർ എൽബോകളോ യൂസ് ചെയ്യാൻ ശ്രമിക്കണം. അങ്ങനെ യൂസ് ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണം, ഇതേപോലെയൊക്കെ ഇങ്ങനെ എന്തെങ്കിലും അടവ് വന്നു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് വേസ്റ്റ് കളയാൻ വേണ്ടിയിട്ട് സാധിക്കും എന്നുള്ളത് തന്നെയാണ്. ഇതൊന്നും ഇല്ലെങ്കിൽ നമുക്കിതൊന്നും പറ്റത്തില്ല. ഇപ്പം നമ്മൾ അത്രയും ഭാഗത്തുനിന്ന് എടുത്തതാണ് ഈ ഡോർ ടീയുടെ അകത്തു നിന്നാണ് നമ്മളത് മൊത്തവും ചെറിയൊരു കമ്പിത്തുണ്ട് കൊണ്ട് എടുത്തത്. വീണ്ടും ചെറിയൊരു കമ്പിത്തുണ്ട് കൊണ്ട് നമ്മൾ നോക്കുന്നുണ്ട് അതിൻ്റെ അകത്ത് വേറെ എന്തെങ്കിലും അടവുണ്ടോ എന്ന്. പക്ഷേ അങ്ങനെ അടവില്ല. ആപ്പാട് അടഞ്ഞിരുന്ന കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. ഇത്രയും മുടിയും അതേപോലെ നൂലുകളും ആണ് ഇതിൻ്റെ അകത്ത് അടഞ്ഞിരുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളിങ്ങനെ വേസ്റ്റ് എടുക്കുമ്പം പെട്ടെന്ന് വലിച്ചൂരി എടുക്കാൻ നിൽക്കരുത്. അത് സാവകാശം അത് കറക്കി അതിനെ ഒരു ബോൾ പരുവത്തിലാക്കണം. നീളത്തിലൊരു റൗണ്ട് ഷേപ്പിലാക്കി വേണം എടുക്കാൻ. എങ്കിൽ മാത്രമേ ഇതെല്ലാം കൂടെ കയറി അതിൻ്റെ അകത്ത് ചുറ്റത്തുള്ളൂ. അതിൻ്റെ അകത്ത് ഇങ്ങനെ നീളത്തിൽ ചുറ്റിയാൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഇതിങ്ങനെ വലിക്കുമ്പം തീർച്ചയായും എടുക്കാൻ പറ്റൂ. ഇല്ലെന്നുണ്ടെങ്കിൽ അത് എടുക്കാൻ പറ്റത്തില്ല. അത് മൊത്തം ഒരു സൈഡ് കൊണ്ട് അത് കട്ടായി പോയി കഴിഞ്ഞാൽ ബാക്കി അവിടെ കെട്ടി നിൽക്കുന്ന വെള്ളത്തിൻ്റെ പ്രഷർ കാരണം ഇത് നേരെ അടുത്ത ഫിറ്റിങ്സിൻ്റെ ഭാഗത്ത് പോയി തട്ടി നിൽക്കും. ഓരോ ഫിറ്റിങ്സിനും ഓരോ കട്ടിങ്സ് ഏരിയ വരുന്നുണ്ട്. ഈ പൈപ്പ് കയറി കിടക്കുന്ന കപ്ലിംഗ് ഏരിയ വരുന്നതുകൊണ്ട്. അപ്പോൾ ആ ഭാഗത്ത് വീണ്ടും പോയി തട്ടി നിന്ന് കഴിഞ്ഞാൽ പിന്നീട് അതിനെക്കാട്ടി പാടായിരിക്കും. നമ്മളിപ്പോൾ നോക്കിയിട്ട് പോകുമ്പോൾ കുഴപ്പമില്ല എന്ന് വെക്കും. പിന്നെയും അവിടെ തന്നെ ആ ഭാഗത്ത് തട്ടി ഇങ്ങനെ ഇതേപോലെ വേസ്റ്റ് അടിഞ്ഞ് വീണ്ടും ഇതേപോലെ വെള്ളം കെട്ടി നിൽക്കാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ക്ഷമയോടുകൂടി ഇതേപോലെ ഒരു റോളായിട്ട്, നീളത്തിലുള്ള ഒരു റോളായിട്ട് തന്നെ കറക്കി അതെടുക്കണം. ഇല്ലെന്നുണ്ടെങ്കിൽ അത് പറഞ്ഞു പോകാൻ ചാൻസ് കൂടുതലാണ്. പ്രത്യേകം എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യം, ഇങ്ങനെയുള്ള വേസ്റ്റുകൾ, അതായത് മുടിയായാലും നൂലുകളായാലും ബാത്റൂമിൽ വെച്ച് തുണി അലക്കുന്നവർ തന്നെയായാലും ഇതൊന്നും ഇടാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഇതിൽ നിന്ന് വന്നത് നിങ്ങൾ തന്നെ കണ്ടാൽ മനസ്സിലാവും എത്രത്തോളം ഉണ്ട് എന്നുള്ളത്. കാരണം അത്രത്തോളം ഇവിടെ വീഴുന്നത് കൊണ്ടാണ് അത്രയും അടവ് ഇവിടെ സംഭവിച്ചത്. കാരണം ബാത്റൂം ഫ്ലോർ ഫുള്ളും വെള്ളമായിരുന്നു. അങ്ങനെ വെള്ളം കയറി നിന്നപ്പോഴാണ് ഇങ്ങനെ കംപ്ലൈൻറ്റ് പറഞ്ഞ് നമ്മൾ കംപ്ലൈൻറ്റ് നോക്കാൻ വേണ്ടി വന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ ഡോർ ടീ നമ്മൾ സെറ്റ് ചെയ്തത് നമ്മൾ തന്നെ ചെയ്ത ഏരിയയാണ്. അതുകൊണ്ട് നമ്മൾ വെക്കുന്ന എല്ലാത്തിടത്തും ഡോർ ഫിറ്റിങ്സ് ആണ് വെക്കുന്നത്. കാരണം ഇങ്ങനെയുള്ള പ്രോബ്ലങ്ങൾ വരുമ്പോൾ കസ്റ്റമേഴ്സിന് കൂടുതൽ നഷ്ടം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലെന്നുണ്ടെങ്കിൽ വീണ്ടും പൈപ്പ് മുറിച്ച് വീണ്ടും പൈപ്പ് ഇട്ട് അടുത്ത ഫിറ്റിങ്സ് വിടണം. ഇതിൽ നിന്ന് വന്നതാണ്. നിങ്ങൾ കണ്ടാൽ തന്നെ അറിയാം കേട്ടോ എന്തുമാത്രം ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കണം. അതുകൊണ്ട് മെയിനായിട്ടും നമ്മൾ ചെയ്യേണ്ടത് ഇതേപോലുള്ള ഡോർ ഫിറ്റിങ്സ് ഉപയോഗിക്കുക എന്നുള്ളതാണ് ഏറ്റവും ബെറ്റർ ഓപ്ഷൻ. അതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു കാര്യം. അങ്ങനെ ചെയ്യുമ്പോൾ തന്നെയാണ് നമുക്ക് ഇതേപോലുള്ള
പ്രോബ്ലംസ് വരുമ്പോൾ പെട്ടെന്ന് നമുക്ക് പിന്നെ അത് പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റും. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ കുറേ കഷ്ടപ്പെടണം. ആ ഫിറ്റിങ്സ് ഇളക്കണം, അടുത്ത ഫിറ്റിങ്സ് ഇടണം, ആ പൈപ്പ് തോണ്ടണം, അടുത്ത പൈപ്പ് ഇടണം. അപ്പോൾ നമ്മുടെ കസ്റ്റമറിന് അത്രയും ചിലവ് കൂടുകയാണ് ചെയ്യുന്നത്. ഇത് നമ്മൾ ഓൾറെഡി ഇവിടെ ഡോർട്ടി വെച്ചത് കൊണ്ട് ഇങ്ങനൊരു പ്രോബ്ലം നമുക്കറിയാം. നമ്മൾ വിളിച്ച് പറഞ്ഞപ്പോൾ തന്നെ പറഞ്ഞു ഇന്ന ഏരിയയിലായിരിക്കും എന്ന് പറഞ്ഞു. കാരണം അത് നമ്മൾ ചെയ്തുകൊണ്ടാണ്, നമുക്കറിയാവുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഇതേപോലുള്ള ഡോർ ഫിറ്റിങ്സ് ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഒരിക്കലും സാധാ ഫിറ്റിങ്സ് എളുപ്പത്തിന് വേണ്ടിയിട്ട് ചെയ്യരുത്. വീണ്ടും അത് ഇതേപോലെ പ്രോബ്ലംസ് ഇങ്ങനെ ഉണ്ടാക്കും. കാരണം ബാത്റൂം ഏരിയ ആയതുകൊണ്ട് ഇങ്ങനത്തെ കുഴപ്പം വരും. ഇപ്പം നമ്മൾ അകത്തുനിന്ന് വെള്ളം ഒഴിച്ച് നോക്കുന്നുണ്ട് ശക്തിക്ക്, കണ്ടോ ഇപ്പോൾ യാതൊരു പ്രോബ്ലവും ഇല്ലാതെ വെള്ളം തെള്ളി പോകുന്നുണ്ട്. കണ്ടോ, നേരത്തെ ബാത്റൂം ഫുള്ളും അടവായിരുന്നു. അതുകൊണ്ട് വെള്ളം അങ്ങോട്ട് പോകാതെ ബാത്റൂം ഏരിയ ഫുള്ളും നിറഞ്ഞു നിൽക്കുമായിരുന്നു വെള്ളം. ഇപ്പം നമ്മൾ വെള്ളം ഒഴിച്ച് നോക്കുന്നുണ്ട്, വെള്ളം നല്ല ഫ്ലോയിൽ താഴെ കുഴിയിലോട്ട് തന്നെ പോകുന്നുണ്ട്. കാരണം ഇത് അടഞ്ഞിരുന്നതുകൊണ്ടാണ് ഇത്രയും പ്രോബ്ലം. കാരണം ഇങ്ങനത്തെ വേസ്റ്റുകൾ അടയുമ്പോഴാണ് ഇതേപോലെ ബാത്റൂം വേസ്റ്റുകൾ ഇങ്ങനെ അടഞ്ഞ് സ്മെല്ലുണ്ടാവാനും അതേപോലെ അണുക്കളുണ്ടാവാനും ചാൻസ് കൂടുതലായി വരുന്നത്.